ശരി അബ്ദുൽ അസീസ്, വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് ഒരുപാട് പേരെ പരിക്കേറ്റവരെയൊക്കെ ആശുപത്രികളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. ആ മേഖലയിൽ നിന്നും ആൾക്കാരെ ഒഴിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. പലർക്കും പരിക്കുണ്ട്. മാതൃഭൂമിയുടെ ശ്രീങ്ങർ ഷാൻ ഇപ്പോൾ അവിടെ നിന്നും ചേരുന്നു. ഷാൻ, നമസ്കാരം. നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാമോ ഷാൻ? ഇപ്പോഴും രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ തുടരുന്നുണ്ട്. പക്ഷെ സൈന്യം എത്തിച്ചേരണം എന്നുള്ളൊരു ഒരു പ്രശ്നമാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, ചൂരൽമല കഴിഞ്ഞാൽ ഉടൻ തന്നെയുള്ള ഒരു പുഴയാണ്. ഈ പുഴ വലിയ തോതിൽ കലങ്ങി ഒഴുകുകയാണ്. ഇതിനെ മറികടന്ന് പോകണം. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ പോലുള്ള സ്ഥലങ്ങളിൽ ഒട്ടേറെ ആളുകൾ ഒരുമിച്ച് കൂടി നിൽക്കുന്നുണ്ട്. അവർ ചില വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെയായി അവിടേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. അതിനുവേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ. ഏതാണ്ട് 19 മൃതദേഹങ്ങൾ ലഭിച്ചു എന്ന ഒരു സങ്കടകരമായ കാര്യവുമുണ്ട്. ചാലിയാർ പരിസരത്തേക്ക്, ഈ ചൂരൽമല ഒഴുകി പോകുന്നത് ചാലിയാർ പരിസരത്തേക്കാണ്. അവിടെ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു എന്ന ഒരു സങ്കടകരമായ കാര്യവുമുണ്ട്. ഒപ്പം തന്നെ ഈ മേപ്പാടി പ്രദേശത്തു നിന്ന് ചൂരൽമലയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള ഒരു സാഹചര്യവും കൂടുതൽ ആളുകൾ അങ്ങോട്ട് എത്തുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുമുണ്ട്. ഒരു സങ്കടകരമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പ്രദേശവാസികൾ പലരോടും നമ്മൾ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് വെച്ച് നോക്കിയാൽ അവരുടെ പല ബന്ധുക്കളെയും, ചില ആളുകൾ നേരത്തെ തന്നെ മാറിയിരുന്നു ചില സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്. അവരുമായി സംസാരിച്ചിരുന്നു. പക്ഷെ അവർ പറയുന്നത് അവരുടെ ബന്ധുക്കളെയും വീടിന്റെ അയൽവാസികളെയും ഒന്നും ഇപ്പോൾ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. നേരത്തെ രമേശ് എന്നൊരാൾ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം ചൂരൽമല സ്കൂളിൽ, ചൂരൽമല പള്ളിയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തോടൊപ്പം 150ഓളം പേർ അവിടെയുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ വീടിന്റെ പരിസരങ്ങളിലുള്ള പലരെയും, അദ്ദേഹത്തിന്റെ ബന്ധുക്കളെയും ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന വളരെ വിഷമകരമായ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ കുറെ അധികം ആളുകൾ നമ്മോട് പ്രതികരിച്ചപ്പോഴും ഇത്തരത്തിലുള്ള ഒരു സാഹചര്യമാണ്. അവരെ ഒന്നും എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണെന്നാണ് അവർ പങ്കുവയ്ക്കുന്ന വിവരം. ഷാൻ, അതായത് നമുക്ക് ഈ പുലർച്ചെയാണല്ലോ ദുരന്തം സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ അധികം പേരും ഉറക്കത്തിലായിരുന്നിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ കൂടി ഈ ദുരന്തം കുറച്ച് വലുതാവാൻ ഒരു സാധ്യതയുണ്ടോ എന്ന തരത്തിൽ നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും. മുണ്ടക്കൈ പ്രദേശത്ത് കഴിഞ്ഞ 3 വർഷം മുൻപ് അവിടെ ഒരു ഉരുൾപൊട്ടൽ നടന്നിരുന്നു. ആ ഒരു ഭാഗമാണ് എപ്പോഴും പ്രതീക്ഷിച്ചിരുന്നത് ഇങ്ങനെ ഒരു മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്ന തരത്തിൽ. പക്ഷേ ആരും പ്രതീക്ഷിക്കാത്ത മറ്റൊരു സ്ഥലത്താണ് ഉരുൾപൊട്ടൽ ഈ ദിവസം, ഈ അർദ്ധരാത്രിയിൽ ഉണ്ടായത്. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയം. വളരെ വളരെ വലിയ വ്യാപ്തി ഉണ്ട് എന്ന് തന്നെ കരുതേണ്ടി വരും. ചോദിച്ച ആളുകളോടെല്ലാം തന്നെ നമുക്കൊരു വ്യക്തമായ ചിത്രം ഇതുവരെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. പക്ഷേ ഇവിടുത്തെ പ്രദേശവാസികളായ ഇതിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട ആളുകൾ നമ്മോട് സൂചിപ്പിച്ചത് വെച്ച് നോക്കിയാൽ ഏതാണ്ട് 250ഓളം വീടുകൾ പൂർണ്ണമായോ അല്ലെ ഭാഗികമായോ ഇതിൽ തകർന്നിട്ടുണ്ട് എന്നുള്ള തരത്തിലാണ് അവർ നമ്മോട് പറയുന്നത്. ഇതിൽ പാടികൾ ഉൾപ്പെടും. ആളുകൾ കൂട്ടത്തോടെ തിങ്ങി താമസിക്കുന്ന ചൂരൽമല ഭാഗത്തെ പാടി ഉൾപ്പെടെ ഉണ്ട് എന്ന് അവർ പറയുന്നു. ഈ രമേശ് പറഞ്ഞത് വെച്ച് നോക്കിയാൽ 250ഓളം വീടുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത് ആദ്യ ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുകയും മറ്റൊരു വീടിന്റെ ടെറസിന് മുകളിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ്. ഞാൻ രണ്ടാമത്തെ 3 തവണ ഉരുൾപൊട്ടി എന്ന് പറയുന്നു. രണ്ടാമത്തെ ഉരുൾപൊട്ടൽ ഞങ്ങൾ എല്ലാവരും നേരിട്ട് കണ്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ ഒരു ഞെട്ടലിലാണ് അദ്ദേഹം സംസാരിച്ചത്. അതിൽ എത്രത്തോളം ആളുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നിശ്ചയമില്ല. അങ്ങനെ എങ്ങനെയോ ജീവൻ കയ്യിൽ പിടിച്ച് കിട്ടിയ ആളുകളെയും കൂട്ടി ഈ പള്ളിയുടെ വരാന്തയിൽ വന്ന് നിൽക്കുന്നു എന്നാണ് അദ്ദേഹം നമ്മോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്ന ആളുകൾക്ക് മുകളിലേക്കാണ് ഈ ഒരു പ്രളയജലം ഒലിച്ചെത്തിയത്. അവരുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യം ഈ ഒരു ഇതിൽ തകർന്നു പോയത് എന്ന് തന്നെ കരുതേണ്ടി വരും. ഇപ്പോഴും എത്രത്തോളമാണ് ഈ ഒരു അപകടത്തിന്റെ വ്യാപ്തി എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. തീർച്ചയായിട്ടും ഷാൻ, ഈ മുണ്ടക്കയം ഭാഗത്തെ വിവരങ്ങൾ ഇപ്പോഴും നമുക്ക് ലഭ്യമല്ല. അവിടെ എന്താണ് സ്ഥിതി? എവിടുന്ന് NDRF സംഘം പോയിട്ട് അവിടെ എന്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? അവിടെ കാണുന്ന കാഴ്ച എന്താണ്? ഇത്തരം കാര്യങ്ങളൊന്നും ഇപ്പോഴും നമുക്ക് ലഭ്യമാവുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറുകളിൽ അവിടെ നിന്നുള്ള പരിചയക്കാരും നമുക്ക് മുൻ പരിചയമുള്ളവരും അവിടുത്തെ ജനപ്രതിനിധികളും ഉൾപ്പെടെ, ഒപ്പം തന്നെ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നവരും ഉൾപ്പെടെ നമ്മളെ വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പല കോളുകൾ നമുക്ക് വന്നിരുന്നു. അവരിപ്പോൾ സുരക്ഷിതരാണ്, പക്ഷേ വളരെ ഭീതിയിലാണ്. എന്താണ് പുറംലോകത്ത് നടക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നില്ല. അവിടേക്കുള്ള
കേബിൾ കണക്ഷനുകൾ വിച്ഛേദിക്കപ്പെട്ടു. ഒപ്പം തന്നെ ഇന്റർനെറ്റ് സൗകര്യങ്ങൾ ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അല്പസമയത്തിനകം തന്നെ ഞങ്ങളുടെ ഫോൺ ഓഫായി പോകും എന്നൊക്കെയുള്ള രീതിയിലുള്ള ആശങ്കകൾ അവർ പങ്കുവച്ചിരുന്നു. അവരുടെ ആശങ്കയ്ക്ക് അടിസ്ഥാനം ഉള്ളതുപോലെ ആശങ്ക പോലെ തന്നെ വൈദ്യുതി ബന്ധം അങ്ങോട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആവുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ ഇപ്പോഴും അവർ സുരക്ഷിതരായിരിക്കുന്നു എന്ന് കരുതണം. കാരണം ആ ഒരു പ്രദേശത്ത് ഉരുൾ പൊട്ടി വന്ന ഭാഗത്ത് ഈ ആളുകൾ പറഞ്ഞത് വെച്ച് നോക്കിയാൽ ഉരുൾ പൊട്ടി ഒലിച്ച ഭാഗത്തല്ലാതെ മറ്റിടങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾക്ക് മണ്ണിടിച്ചിൽ ഭീതിയിലാണ് എന്ന് മാത്രമേ ഉള്ളൂ. അവരെ രക്ഷിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള തരത്തിൽ തന്നെയാണ് പ്രദേശവാസികൾ പ്രതികരിച്ചത്. NDRF സംഘം അങ്ങോട്ട് പോയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അവിടെ നിന്നിട്ട് ഇങ്ങോട്ടുള്ള ഒരു ബന്ധം അവർക്ക് അല്ലെങ്കിൽ അത് ഇങ്ങോട്ട് തിരിച്ചു ബന്ധപ്പെടാൻ സാധിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതാണ് ഒരു പ്രതിസന്ധി. ശരി ഷാൻ, വളരെ നന്ദി വിവരങ്ങൾ പങ്കുവച്ചതിന്. നമ്മുടെ സ്ട്രിങ്ങറാണ് ഷാൻ. ഷാന്റെ ശബ്ദമാണ് പ്രേക്ഷകർ ശ്രവിച്ചത്. ഇപ്പോൾ